കല്യാണം. ഖത്തറില് നാട്ടില് എന്താ പറയാ, നാട്ടിൽ നടക്കുന്ന കല്യാണം മാത്രമേ എല്ലാവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇവിടെ ഖത്തറില് എന്താ പറയാ, മലയാളി ഫാമിലി പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ഇവിടെ തന്നെയാണ്, ഖത്തറിലാണ്. അവന്റെ വീട്ടുകാർ ഇവിടെ തന്നെ. അപ്പൊ ഇവിടെ തന്നെ വെച്ചിട്ടാണ് അത് നടത്തുന്നത്. അപ്പൊ പിന്നെ നമുക്കിപ്പോ നമ്മള് ചാവക്കാട്ട് സ്ഥിതിക്ക് നമുക്ക് അതില് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. പൊതുവെയുള്ളൊരു ചൊല്ലാണല്ലോ ചാവക്കാട്ടുകാരില്ലാണ്ട് എന്താഘോഷം. ഈ കല്യാണ ഫാമിലി 10-20-22 വർഷമായി ഇവിടെ കണ്ടിന്യൂ ആയിട്ട് പ്രവാസത്തിൽ നിൽക്കുന്നു. അപ്പൊ 22 വർഷത്തിനിടയ്ക്ക് വളർന്നു വന്ന ഒരുപാട് ചാവക്കാട്ടിലെ കുട്ടികളുണ്ട്, നമ്മളറിയുന്ന ആളുകളുടെ മക്കള് ഒക്കെ ആയിട്ട്. അവരൊക്കെ കാണാനുള്ളൊരു വലിയൊരു വേദിയായിട്ടാണ് ഇപ്പൊ ഞാൻ ഈ കല്യാണത്തിനെ കാണുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരുടെ കല്യാണം നമ്മുടെ കല്യാണമാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് ഇപ്പൊ ഇവരൊക്കെ ആയിട്ട് പോകും. എന്തായാലും പിന്നെ കൂടെ നൗഷാദ് പാവറട്ടി എന്ന് വെച്ചാല് അറിയപ്പെടുന്ന ഒരാളാണ്. മാത്രല്ല നൗഷാദ് പാവറട്ടി എന്ന് വെച്ചാല് ഖത്തറിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഒരുപാട് ബിസിനസ് സംരംഭങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനിവിടെ ഖത്തറിലൊന്ന് ഇറങ്ങിയ സമയത്ത് എന്നെ പിക്കപ്പ് ചെയ്യാൻ വന്ന ആള് നൗഷാങ്ങളാണ്. മാത്രല്ല നൗഷാദ് എന്ന് പറയുമ്പോ നാടുമായിട്ടുള്ള നല്ല ബന്ധം ഉള്ള സമയത്ത് തന്നെ ഇവിടെ വന്ന് അതിനിടയില് ഒന്ന് ഇവിടെ നിന്ന് പോയി വീണ്ടും തിരിച്ചു വന്ന് ഇപ്പൊ എന്താ പറയാ സജീവമായിട്ട് ബിസിനസ് രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങള് അവിടെ എത്തിയിട്ട് നോക്കി. എന്തായാലും നമ്മൾ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് എന്താ നോക്കുക. കാരണം നല്ല എക്സൈറ്റഡ് ആണ്. ഇതുവരെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഞാൻ മുൻകൂട്ടിയിട്ട് ഞാൻ മുന്നേ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ജസ്റ്റ് ഒരു സജഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വാട്ട് ദ ഒപ്പീനിയൻ ഓഫ് ദ അതേഴ്സ്. അപ്പോൾ പല ആൾക്കാരും പല ഒപ്പീനിയൻസാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ റിഗ്രഷനും ഒന്നും നോക്കാതെ നമ്മൾ തുടങ്ങി, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2-3 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഐ എം സോ എക്സൈറ്റഡ്. കാരണം എവിടുന്ന് എങ്ങനെ എടുക്കണം, എന്ത് ക്യാപ്ചർ ചെയ്യണം, എന്ത് പറയണം, ഒരെത്തും പിടിയില്ല. മേ ബി സം ഓഫ് ദ വീഡിയോസ് ലൈക്ക് ബി എന്താ പറയുക മ്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ അത് ഞാൻ വന്നിട്ട് വോയിസ് വേറെ ആഡ് ചെയ്യാണ് വേണ്ടത്. കാരണം വേറെ ഒന്നും നമ്മൾ സെറ്റാക്കിയിട്ടില്ല. കാരണം നമ്മൾ എന്താ പറയുക, ഇതൊന്നും ലൈക്ക് ഞാൻ മുൻകൂട്ടിയിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് സഡൻലി ഇറ്റ്സ് ഹാപ്പൻ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി അവിടെ വെച്ച് കാണാം. ഇവിടെ എത്തുന്നത് കറക്റ്റ് സമയത്താണ്. അതായത് 7:30 ഇവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നാട്ടിലെ പോലെ നമുക്ക് ഈ 4 മണിക്കൊന്നും റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒഴിവും സമയമൊക്കെ നോക്കിയിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മളിവിടെ എത്തുന്നത് കറക്റ്റ് ടൈമിനുമാണ്. ചെക്കൻ കയറുന്നതും നമ്മൾ എത്തുന്നതും ഒരുമിച്ചാണ്. അപ്പോൾ അതൊക്കെ എന്താ പറയുക വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഈ ഒരു ദൃശ്യം ചെക്കനൊക്കെ കയറുന്നതിന് മുമ്പാണ് ഇത് വരിക. അപ്പോൾ നിങ്ങൾ ഫുള്ളിരുന്ന് കാണുന്നുണ്ടോ. കാരണം കുറേ എന്താ പറയുക, നിങ്ങൾ ഇതുവരെ ഖത്തറിയത്തെ കല്യാണം കാണാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്കിത് എന്താ പറയുക നമ്മൾ കൊണ്ടുപോകും, എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കും ഇൻഷാല്ലാ. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. കല്യാണ ചെക്കനെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ എല്ലാവരും. ചെക്കനിതാ സംഭവം കുറേ നാൾക്ക് ശേഷം ഒരു കല്യാണം കൂടുന്നത്, അത് ഖത്തറിലായിപ്പോയി. ചെക്കനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആൾക്കാർ വരാൻ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ വെയിറ്റിങ്ങിലാണ് ഉള്ളത്. എന്താണെന്ന് അറിയില്ല, ഇവിടുന്ന് മാറാൻ തോന്നുന്നില്ല.
വെറൈറ്റി തരം ജ്യൂസ്. ടെൻഡർ കോക്കനട്ട്, ഓറഞ്ച്, വാട്ടർ മെലൺ. എന്താ ബ്രോ പേരെന്താ? ഇസ്മായിൽ. നാട്ടിലെവിടെ? വടകര. അതിലേറെ ബഹുമാനത്തോടും ആദരവോടും കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ഈ ഒരു വേദിയിൽ, ഈ ഒരു സന്ദർഭത്തിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും, കഴിവിന്റെ പരമാവധി ആൾക്കാരെയും നമ്മുടെ വേദിയിൽ, നമ്മുടെ ഇതിന്റെ മുന്നിൽ സജ്ജമായിട്ടുള്ള വേദിയിൽ എല്ലാവരും ഇരിക്കുക. ഒരു നടന്ന് സദസ്സ് നമ്മൾ ഇരുന്നിട്ട് എല്ലാവർക്കും അതിനുശേഷം شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله الرحيم. قال تعالى ومن آياته خلق وجدك ابنتي سفنا على كتاب الله على كتاب الله وسنة رسوله والله خير الشاهدين. الزواج بابنتك سفنا. السلام عليكم. الحمد لله زين. السلام عليكم. 2 hours later. ആണ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. നേരത്തെ അവിടെ നിന്ന് കണ്ടല്ലേ ചെറിയൊരു വ്ലോഗ് എടുക്കുന്നുണ്ട്. ഓ ഇത് കഴിഞ്ഞാവും ആവശ്യങ്ങളാ. താങ്ക് യു. ബ്രോന്റെ പേരെന്താ? പേരെന്തായിരുന്നു? ഷാഹിദ്. ഡൺ. താങ്ക് യു. നിങ്ങൾ ഇത് കുറച്ചിടുമോ? അത് വേണ്ട, മതി. ഇപ്പോഴാണ് ഇതായത്. സീറ്റ് അന്വേഷിക്കാം. മിക്സ് ചെയ്തോ? മിക്സ് ചെയ്തോ? മിക്സ് ചെയ്തോ?
കല്യാണത്തിൻ്റെ പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. എന്താണ് അവസ്ഥ? എല്ലാവരും ചാവക്കാട്ടുകാരായും പമ്പനാടുള്ള മുഴുവൻ ആളുകളും ഒരുവിധം ആളുകളൊക്കെ പങ്കെടുത്ത് നല്ലൊരു ഫംഗ്ഷൻ നല്ല ഹാപ്പി ആട്ടോ. കാരണം നമ്മൾ കുറേ നാൾക്ക് ശേഷം അല്ലേ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഫുഡ് നല്ല അടിപൊളി മാഷാഅല്ലാഹ്. കാലിക്കറ്റ് നോട്ട് ബുക്ക് തന്നെ ടോട്ടലി അവർ തന്നെയായിരുന്നു. കാലിക്കറ്റ് നോട്ട് ബുക്ക് തന്നെയായിരുന്നു. വെൽക്കം ഡ്രിങ്ക് തൊട്ട് ലാസ്റ്റ് അവസാനിക്കുന്ന സാലഡ്സ് വരെ ഐസ്ക്രീം വരെ ഫുള്ള് അവർ തന്നെയായിരുന്നു. നല്ല ഫുഡായിരുന്നു. പിന്നെ നമുക്ക് കുറേ ആൾക്കാരെ കാണാൻ പറ്റി. നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ കണ്ട ആൾക്കാരെ കുറേ പേരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റി. ലൈക്ക് എന്താ പറയുക, കുറേ നാളത്തേക്ക് ശേഷമാണ് നമ്മളൊരു ഇങ്ങനെ ഒരു നൗഷാദിന്റെ ഒത്തിരി സുഹൃത്തുക്കളെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാതെ വന്നൊരു കല്യാണത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അതെ അതെ, നമ്മള് സത്യം പറഞ്ഞ എല്ലാവർക്കും അറിയാലോ. ലൈക്ക് ഇപ്പം നമ്മൾ നൗഷാങ്കളെയും കൂട്ടി വന്നു. ഓക്കെ, അപ്പം നമ്മൾ നൗഷാങ്കളെയും കൂട്ടി വന്നു. അവസാനം നോക്കുന്ന സമയത്ത് ഫുള്ള് നൗഷാങ്കളുടെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ പറഞ്ഞ പോലെ എന്തായാലും കല്യാണം തീർത്തിട്ടുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്കറിയാലോ നാട്ടിലെ പോലെ തന്നെ ഉസ്താദ്, ഇവിടുത്തെ ഉസ്താദ് എന്നൊക്കെ പറയുമ്പോൾ അത് വഖഫ് ബോർഡിന്റെ അംഗം. ഓക്കെ, ഓൺലൈനിൽ രജിസ്ട്രേഷൻ നടത്തും. പെണ്ണിനോട് സമ്മതം ചോദിച്ചു. അത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു ഏർപ്പാടാണ്. എന്താണ് നാട്ടിലില്ലാത്ത ഒന്ന് എടുത്തു പറ. സ്ത്രീകളോട് കല്യാണിക്കുന്ന പെണ്ണിനോട് സമ്മതം ചോദിച്ചിട്ടാണ് കണ്ട് സമ്മതം ചോദിച്ച് നിക്കാഹ് നടത്തിയത്. അത് സാധാരണ കുറവാണ് നാട്ടിൽ കാണാത്തൊരു കാര്യമാണ്. ഓക്കെ, എനിക്കറിയില്ല കേട്ടോ അത്. മാത്രല്ല പെണ്ണിനെ കൊണ്ടുവന്ന് ഇരുത്തിയ ഒരു രീതി ഉണ്ട്. ഒരു മറയില് ഇരുത്തിയിട്ടാണ് നിക്കാഹ് ലൈവായിട്ട് പെണ്ണിന്, അതായത് ഇസ്ലാമിന്റെ നിയമപ്രകാരം പോലെ അല്ലേ. അതായത് നിക്കാഹ് എന്ന് പറഞ്ഞ സംഭവം ലൈവായിട്ട് പെണ്ണിന് കാണാനുള്ള ഒരു സംവിധാനത്തില് ഓപ്പോസിറ്റ് സൈഡില് വളരെ ക്ലിയർ ആയിട്ട് മറ വെച്ചിട്ട് നിന്നിട്ട് പെണ്ണിന് കാണാനുള്ള ഒരു സംവിധാനത്തോട് കൂടിയിട്ടാണ് നിക്കാഹ് നടത്തിയത്. അതിൽ സത്യത്തിൽ അത് നാട്ടിലൊന്നും നടക്കാത്തൊരു സംഭവമാണ്. അതിപ്പോൾ ഇവിടെ വെച്ച് കാണാൻ പറ്റി, നന്നായിട്ടുണ്ട്. അത് വളരെ ഒരു വ്യത്യസ്തമായ ഒരു, പിന്നെ കുറെ നല്ല ഷെയ്ക്കുമാരുണ്ടായിരുന്നു. സ്പോട്ടിൽ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തു. അത് നമുക്ക് കാണിച്ചു തന്നു. ലാസ്റ്റത്തെ സബ്മിറ്റേഷൻ എന്താ പറയുക സക്സസ്ഫുൾ എന്നുള്ള ഒരു സംഭവം അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഒരു വ്യത്യസ്ത വിവാഹ അനുഭവമാണ് ഇവിടെ നമുക്ക് കിട്ടുക. സത്യം എന്നെ സംബന്ധിച്ച് ഞാൻ നാട്ടിൽ കുറേ നാൾക്ക് ശേഷം കല്യാണം കൂടിയിട്ടൊക്കെ ഇപ്പോഴാണ് ഇവിടെ വന്നിട്ട്, അതും ഖത്തറിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവർക്കൊക്കെ അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അല്ലാന്ന് തോന്നുന്നു. അല്ലല്ലോ, പിന്നെ എടുത്ത് പറയാനുള്ളത് ഞാൻ അവരായിട്ട് നല്ല എന്താ പറയുക ബോണ്ടായിട്ടുണ്ട്. അവർ മുട്ടിപ്പാട്ടിൻ്റെ ആൾക്കാർ, അലിഫ് മുട്ടിപ്പാട്ടാണ്. അപ്പോൾ അവരുടെ ഫുൾ സെഗ്മെൻറ്റ് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അല്ലാണ്ട് കൊളാബ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോയും കാര്യങ്ങളും ചെയ്തിട്ട് എന്തെങ്കിലും വർക്കും കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടുക. അവർക്ക് നാട്ടിലും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മുട്ടിപ്പാട്ട്? അടിപൊളി മുട്ടിപ്പാട്ട്. ഓക്കെ, അപ്പം നമുക്ക് അറിയുന്ന തന്നെ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സമ്മതപ്രകാരമാണ് നമ്മളിതെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് വ്ളോഗ് അടിപൊളിയായെന്ന് ഒരു കോൺഫിഡൻസോട് കൂടി എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പോരായ്മകളെല്ലാം ഉണ്ട്. ഇപ്പോൾ മൈക്കില്ലാത്തതിൻ്റെയും ഇതിൻ്റെയൊക്കെ പോരായ്മകളുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അടിപൊളിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, എനിവേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റേ സാധനം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ അതിന്റെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പറഞ്ഞാലേ ചിലപ്പോൾ വരുള്ളൂ. പറ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ. ഓക്കെ, ബൈ ഗൈസ്.